കാലെടുത്ത് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവരൊരു പട്ടണത്തിനകത്തേക്ക് വാഴുന്ന, അല്ലെ ആ പട്ടണത്തെ അടക്കി ഭരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ ആകാശത്ത് നിന്ന് േറ്റു താഴെ വീഴുമെന്ന് നോക്കി. അവരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പവർ എത്ര വലുതാണെന്ന്, അവരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അത് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നിങ്ങളൊരു ദേശത്ത് കാലുകുത്തുമ്പോ, നിങ്ങളൊരു വീടിനകത്ത് കാലുകുത്തുമ്പോ, നിങ്ങളൊരു പട്ടണത്തിനകത്ത് കാലുകുത്തുമ്പോ ആ ദേശത്തെ കുടിയിരിപ്പിന്റെ ശക്തികൾ മിന്നലേറ്റ് അത് വെട്ടേറ്റു താഴെ വീഴുന്ന പോലെ ഒരഭിഷേകത്തെ എനിക്ക് തുറക്കണമെന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആഗ്രഹിക്കുന്നവരുടെ മേൽ പരിശുദ്ധ ആത്മാവ് ശക്തമായി അത് തുറക്കുമെന്ന് പറഞ്ഞാൽ ചൂടാറബല ഹസ്തരാദല പ്രബരഘടകസിയ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കണം. നമ്മളൊരു ദേശത്ത് ചെന്നാൽ, നമ്മളൊരു കൂടാരത്തിനകത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളെ നിയോഗത്തോടെ അയച്ചാൽ ആ വീടിനെ അടക്കി ഭരിക്കുന്ന, ആ വീടിന്റെ നന്മയ്ക്കെതിരായി നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് അത് ആ വീട് വിട്ടു പോകണം. ആ കുടുംബം സ്വതന്ത്രമാകണം, ആ വ്യക്തികൾ സ്വതന്ത്രമാകണം. ഒരു പട്ടണത്തിനകത്ത് ചെന്നാൽ അത് സംഭവിക്കണം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ തലമുറയുടെ മേൽ കർത്താവ് നമ്മുടെ മേൽ അത് പകർന്നു തരൂ. ആഗ്രഹിക്കുന്ന മേൽ കർത്താവ് അത് പകർന്നു തരൂ. ഹല്ലേലൂയ. ഏലിയാവിന്റെ പുറകെ ഏലീശ ആഗ്രഹിച്ച് നടക്കുകയാ. എന്താ? ഹല്ലേലൂയ. തന്നെ കാട്ടിലും ഇരട്ടി അഭിഷേകം ചോദിച്ചോണ്ട് നടക്കുന്നത്. മറ്റൊന്നും ചോദിച്ചില്ല. ഹല്ലേലൂയ. വേറെ ഒന്നും ചോദിച്ചില്ല. സാമ്പത്തികം ചോദിച്ചില്ല. ഹല്ലേലൂയ. മറ്റൊരു കാര്യവും ചോദിച്ചില്ല. എലീശയ്ക്ക് ഒറ്റ കാര്യം മതിയായിരുന്നു. ഹല്ലേലൂയ. ഇരട്ടി അഭിഷേകം, ഇരട്ടി ആത്മാവിന്റെ പങ്ക്. ഹല്ലേലൂയ. ഇതാ ചോദിച്ചത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ആഗ്രഹിക്കുന്നവരുടെ മേൽ ഹല്ലേലൂയ കർത്താവ് അത് തുറന്നാൽ ഹല്ലേലൂയ തിരിച്ചു വന്നിട്ട് ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ച ഹല്ലേലൂയ താൻ ആ ദൈവ പ്രവൃത്തി അവിടെ ആരംഭിക്കുമ്പോ ഇരട്ടി അഭിഷേകത്തിന്റെ പങ്ക് അവിടെ വെളിപ്പെട്ടെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ഇക്കരെ കടന്ന ശേഷം അവിടെ നിന്നവർ ഹല്ലേലൂയ ഏലീശയെ നമസ്കരിച്ചെന്ന്. നിന്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കാൻ തുടങ്ങിയാൽ, നിന്റെ മേലൊരു ദൈവകൃപ വ്യാപരിക്കാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ നീ ചിലർക്കൊരതിശയമായി തീരും, നീ ചിലർക്കൊരത്ഭുതമായി തീരും. ഹല്ലേലൂയ. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് ഈ പ്രാരംഭത്തിൽ അങ്ങനെ തന്നെ പ്രവചിക്കുകയാ. ഇതിനകത്ത് ചിലരുടെ മേഖലകളിൽ ഒരതിശയമായി തീരാൻ തുടങ്ങുകയാ, ചിലർ അത്ഭുതമായി തീരാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ചില തലമുറകൾ ഒരു അതിശയമായി തീരാൻ തുടങ്ങുകയാ. നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞത്, നീ ഒന്നുമെന്നും ആകത്തില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ, നീ എങ്ങുമെങ്ങും എത്തത്തില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ നീ ഒരത്ഭുതമാകാൻ തുടങ്ങുകയാ. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാ, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാ. നീ ചില മേഖലകളിൽ ഒരു അതിശയമാകുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ കഴിയുന്നവർ കരമടിച്ച് സ്വീകരിച്ചോ. എന്തോ പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ പ്രവചിക്കുകയാ. ഈ ഏപ്രിൽ മാസത്തില് കർത്താവ് ചിലരെ അതിശയമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരതിശയമാക്കുവാൻ, ഒരത്ഭുതമാക്കുവാൻ. നീ ഇപ്പൊ എവിടെയോ ഒതുങ്ങി കൂടിയിരിക്കുകയാ, എവിടെയോ നീ ഒതുക്കപ്പെട്ടിരിക്കുകയാ. എനിക്കതൊന്നും സാധിക്കത്തില്ല, എന്നെ കൊണ്ടതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് എവിടെയോ നീ ഒതുങ്ങിയിരിക്കുകയാ. കർത്താവ് പറയുന്നു, നോ 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 നോ. ഹല്ലേലൂയ. നിന്നെ എനിക്ക് ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്, നിന്നെ കൊണ്ട് എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിന്നെ കൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ഉണർവിന് വേണ്ടി, ഈ കാലഘട്ടത്തിന്റെ ദൈവപ്രവർത്തിക്ക് വേണ്ടി ഇതിനകത്തുനിന്ന് ചിലരെ എഴുന്നേൽപ്പിക്കുക, ഇതിനകത്തുനിന്ന് ചിലരെ എഴുന്നേൽപ്പിക്കുക. എന്റെ ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ
ഹസ്തരാധര, അടുത്തൊരു മൂവിങ്ങിന് വേണ്ടി, അടുത്തൊരു ദൈവ രാജ്യത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ചിലരെ ദൈവം ശക്തമായി പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞ അഭിഷക്തരെ സ്വീകരിച്ച ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോ ഒരു മൂർച്ച കൂടിയ ആയുധമായി ചിലരൊക്കെ ഇതിനകത്ത് അഭിഷേകത്തോടെ പുറത്തു വരും. എവിടൊക്കെയോ നീ ഒതുങ്ങി ഇപ്പൊ കിടക്കുകയാ, എവിടൊക്കെയോ ക്ഷീണിച്ച് കിടക്കുകയാ. സ്വർഗം പറയുന്ന ഇല്ല, ഉപയോഗിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ ഒത്തിരി ആഗ്രഹം. ത്തിന് വേണ്ടി, അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത ദൈവമക്കളെ, നമ്മുടെ ആരോഗ്യ കർത്താവിന് പ്രശ്നമല്ല, നമ്മുടെ സാമ്പത്തിക ദൈവത്തിന് പ്രശ്നമല്ല, നമ്മുടെ ബലഹീനത ദൈവത്തിന് പ്രശ്നമല്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെ ബലഹീനതയ്ക്കപ്പുറം ദൈവത്തിന് ചിലത് നിന്നെ കൊണ്ട് ചെയ്യുവാൻ കഴിയോ, ദൈവത്തിന് ചിലത് പ്രവർത്തിക്കുവാൻ കഴിയോ. പ്രാർത്ഥനയോടെ വേഗത്തിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 24-25 വേദഭാഗം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 24-25 വേദഭാഗം. ആമേൻ. 24 കൂടെ ചേർത്ത് അങ്ങ് വായിച്ചു ആൻറ്റി. പടകോ ആമേൻ. ആമേൻ ആമേൻ. താങ്ക് യു ആൻറ്റി. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ഒത്തിരി തവണ ഇതിലൂടെയുള്ള മെസ്സേജുകൾ ഒക്കെ നമ്മൾ കേട്ടതാണ്. എൻ്റെ മുന്നിൽ ഒത്തിരി അഭിഷക്ത ദൈവദാസന്മാരിയ്ക്കുന്നു. സ്നേഹത്തോടെ ഞാനവരെ ഓർക്കുന്നു, ബഹുമാനത്തോടെ ഞാനവരെ ഓർക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ വായിച്ച വേദഭാഗം ഇങ്ങനെ പറയുന്നു: പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, അടുത്ത കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. അടുത്ത 25-ാമത്തെ വാക്യം, രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ആമേൻ. കരമുയർത്തി ഒരു നല്ല ഹാലേലുയ പറഞ്ഞാട്ടെ. ഹാലേലുയ. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ അടുക്കൽ കർത്താവ് വരും എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നിന്റെ അടുക്കൽ കർത്താവ് വരും. നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കൽ കർത്താവ് നടന്നു വരും. ഈ വചനത്തിൽ നിന്നും ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങളോട് ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ അടുക്കൽ നടന്നു വരും. ആമേൻ. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയാണെങ്കിലും, ഏത് പ്രതികൂലമാണെങ്കിലും, നീ തകരുന്ന അവസ്ഥയാണെങ്കിലും, ഞാൻ പറയാം, നിന്റെ വിഷയത്തിനകത്ത് കർത്താവ് ഈ രാത്രി നടന്നു വരും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഈ 13-ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ 13-ാമത്തെ ദിവസം ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, ഇതിനകത്തിരിക്കുന്ന ചില ദൈവമക്കളുടെ വിഷയത്തിനകത്ത് കർത്താവ് ഇറങ്ങി വരാൻ തുടങ്ങുകയാ. കർത്താവ് ഇറങ്ങി വരാൻ തുടങ്ങുകയാ. കർത്താവ് പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാ. 1-ാം യാമം നീ കരഞ്ഞു, 2-ാം യാമം നീ കരഞ്ഞു, 3-ാം യാമം നീ കരഞ്ഞു, 4-ാം യാമം നീ പൊട്ടി പൊട്ടി കരഞ്ഞു. കർത്താവേ, ഇനി എനിക്ക് പ്രതീക്ഷ ഇല്ല എന്ന് പറഞ്ഞു. കർത്താവേ, എനിക്ക് വഴിയില്ല, ഞാൻ മുങ്ങിപ്പോകും, ഞാൻ തകർന്നു പോകുമെന്ന് പറഞ്ഞ് 4-ാം യാമത്തിൽ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിനക്കൊരു 4-ാം യാമമുണ്ടെങ്കിൽ, നീ ഒരു 4-ാം യാമത്തിനകത്ത് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. നിനക്കൊരു 4-ാം യാമമുണ്ടെങ്കിൽ അതിനകത്ത് നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ദൈവപ്രവൃത്തി നിന്നെ കാത്തിരിപ്പുണ്ട്. 1-ാം യാമത്തിൽ നീ കാണാത്തത്, 2-ാം യാമത്തിൽ നീ കാണാത്തത്, 3-ാം യാമത്തിൽ നിന്റെ കണ്ണിൻ മുൻപിൽ
കരപടിക്കാമെങ്കിൽ നന്നായി കരപടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നീ കഴിഞ്ഞുപോയ 3 യാമങ്ങളിലോ ഹല്ലേലൂയ പൊട്ടി പൊട്ടി കരഞ്ഞു. ഹല്ലേലൂയ. എല്ലാ യാമവും കഴിഞ്ഞ് അവസാന നിമിഷമായി ഇപ്പൊ വന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. രാത്രിക്കെപ്പോഴും 4 യാമങ്ങളാ ഉള്ളേ. ഹല്ലേലൂയ. 4-ാം യാമം ഹല്ലേലൂയ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ആ പാരഗ്രാഫ് വായിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനൊരു പദം അവിടെ എഴുതിയിട്ടുണ്ട്. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാരോട് പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. നിർബന്ധിച്ചു എന്നൊരു പദം അവിടെ എഴുതി വച്ചിരിക്കുന്നു. കാരണം നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കിഷ്ടമില്ല ആ കാര്യം ചെയ്യുവാൻ, അല്ലെ ഇഷ്ടമില്ലാത്തൊരു കാര്യം മറ്റൊരാൾ ഫോഴ്സ് ചെയ്ത്, അല്ല മറ്റൊരാൾ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധിതരായ എന്നൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ പറയും. നിർബന്ധിതയായി ഞാൻ ചെയ്തു പോകേണ്ടി വന്നു, ചെയ്യുവാൻ ഞാൻ നിർബന്ധിതയായി എന്ന് പറഞ്ഞതുപോലെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് വിടുകയാ. ഹല്ലേലൂയ. എന്നിട്ട് താൻ തനിയെ മലയിൽ കയറി അല്പ മിനിറ്റുകൾ താൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ഒറ്റയ്ക്കിരുന്ന് ദൈവസന്നിധി നിലവിളിക്കുക, അല്ലെങ്കിൽ കർത്താവിനോട് സംസാരിക്കുവാൻ വേണ്ടി, താൻ ഒറ്റയ്ക്കിരിക്കുവാൻ വേണ്ടി സമയം വേർതിരിക്കുവാൻ ഈ ശിഷ്യന്മാരെ പറഞ്ഞ് നിർബന്ധിച്ചയക്കുകയാ. എന്റെ ചോദ്യം, നിർബന്ധിച്ചയച്ച കർത്താവിന് അറിയത്തില്ലേ ഒരു 4-ാം യാമം ഉണ്ടാവുമെന്ന്, കാറ്റ് പ്രതികൂലമാകുമെന്ന്? ഹല്ലേലൂയ. പടക് മുങ്ങുന്ന സാഹചര്യം വരുമെന്ന് കർത്താവിന് അറിയത്തില്ലേ? നിന്റെ ജീവിതത്തിന്റെ യാത്രയിൽ ചില മേഖലകളിൽ നീ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ, പ്രതികൂലത്തിന്റെ കാറ്റുകൾ മാറി മാറി വീശുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ഉറപ്പിച്ച് പറയാം, ദൈവം അറിയാതെയല്ല നിങ്ങളുടെ ലൈഫിനകത്ത് അത് സംഭവിക്കുന്നത്. ദൈവം അറിയാതെയല്ല ഒരു കാറ്റ് വീശുന്നത്. ദൈവം അറിയാതെയല്ല ഒരു തിരമാല നിന്റെ ജീവിതത്തിൽ വരുന്നത്. ദൈവം അറിയാതെയല്ല നിന്റെ പടകാടി ഉലയുന്നത്. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്നെ തമ്പുരാൻ എങ്ങോട്ടെങ്കിലും പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ കൊണ്ട് തമ്പുരാൻ എന്തെങ്കിലും സ്റ്റെപ്പ് എടുത്ത് വെപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ പിന്നിൽ വരുന്ന പ്രതികൂലത്തിനെ പറ്റി, അതിന്റെ പിന്നിൽ വരുന്ന പ്രതിസന്ധികളെ പറ്റി നീ അറിയുന്നതിന് മുന്നേ എന്റെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആടി ഒലയുന്ന പടക് മുങ്ങത്തില്ല. ആമേൻ. ശിഷ്യന്മാർ അക്കരെ എത്തണമെന്നുള്ളത് ദൈവിക പദ്ധതിയാ. ശിഷ്യന്മാരെ അക്കരെ എത്തിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനാ. ദൈവമക്കളെ, നമ്മളെ ഓരോ ലെവലിൽ, അല്ലെ നമ്മളെ ഓരോ സ്റ്റെപ്പില്, നമ്മളെ ഓരോ നിയോഗത്തിനനുസരിച്ച് നമ്മളെ കൊണ്ടുപോകണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ള കാര്യമാ, ദൈവത്തിന്റെ പ്ലാനിനകത്തുള്ള കാര്യമാ. ഹല്ലേലൂയ. അതിൻ്റെ നടുവിൽ ആ വാഗ്ദത്തത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ, ആ വാഗ്ദത്തത്തിലേക്ക് നമ്മൾ കയറി നിൽക്കുമ്പോൾ, ആ വാഗ്ദത്തത്തിൽ നമ്മളെ എത്തിക്കാതെ, ആ നിയോഗത്തിൽ നമ്മളെ എത്തിക്കാതെ ആ വാഗ്ദത്തം നിന്നെ കാണിക്കത്തില്ല. അക്കരെയുള്ള വാഗ്ദത്തം നീ അനുഭവിക്കത്തില്ല. നിനക്ക് വെച്ചിരിക്കുന്ന പ്രോമിസ് ലാൻഡിനകത്തേക്ക് നീ കാണത്തില്ല. നീ അതിനകത്ത് കാലുകുത്തത്തില്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. 1-ാം യാമം കഴിഞ്ഞ് 2-ാം യാമം കഴിഞ്ഞ് 3 എന്ന് വെച്ചാൽ യാത്രയുടെ പകുതി വഴിക്ക്, പാതി വഴിക്ക് എത്തി നിൽക്കുമ്പോ തിരിച്ചു പോകാനും പറ്റത്തില്ല, മുന്നോട്ട് പോകാനും പറ്റത്തില്ല. പാതി വഴിക്ക് നിന്റെ വാഗ്ദത്തം ബ്ലോക്ക് ആക്കി വെക്കുന്ന പൈശാചിക മേഖലകൾക്ക് മുന്നില്, അല്ലേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പിശാചിന്റെ പദ്ധതികൾക്ക് മുന്നിൽ ധൈര്യത്തോടെ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ തയ്യാറാണെങ്കിൽ, നോക്കിയ ഇവരുടെ യാത്ര പകുതി വഴിക്കായി. ഇനി പുറകോട്ട് തിരിഞ്ഞു പോകാൻ പറ്റത്തില്ല, മുന്നോട്ട് നീങ്ങുവാനും കഴിയുന്നില്ല. ഇപ്പൊ നടുക്കെത്തി നിൽക്കുകയാ. എന്തോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ആരെയോ നോക്കി പ്രവചനാത്മാവിൽ കൈമാറുകയാ. ഹല്ലേലൂയ. ചിലതിനൊക്കെ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് എങ്ങുമെങ്ങും എത്തുവാൻ കഴിയാതെ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ചാടി ഇറങ്ങിയിട്ട് ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന നിയോഗത്തിനകത്തേക്ക് കയറുവാൻ കഴിയാതെ, ആഗ്രഹിച്ച ലെവലിനകത്ത് കയറുവാൻ കഴിയാതെ പാതി വഴിക്ക് സ്ട്രക്കാക്കി നിൽക്കിയിരിക്കുന്ന, ഹല്ലേലൂയ, പാതി വഴിക്ക് സ്ട്രക്കാക്കി പുറകോട്ട് തിരിഞ്ഞാൽ പോകാൻ കഴിയുന്നില്ല, മുന്നോട്ട്
മുന്നോട്ടും പോകാൻ കഴിയത്തില്ലാത്തതുപോലെ നിന്റെ പാതി വഴിക്ക് നിന്റെ വഴി അടച്ച് നിൽക്കുന്ന പ്രതികൂലത്തിന്റെ മുകളിൽ നടക്കുവാൻ തയ്യാറാണെങ്കിൽ, പ്രതികൂലത്തിന്റെ മുകളിലൂടെ നടക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീ അക്കരയെത്തും. പ്രതികൂലത്തിന്റെ മുകളിലൂടെ ആടിയുലയുന്ന തിരമാലകൾ, തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന പടക്, ഇതെല്ലാം ഉള്ളപ്പോഴും പത്രോസ് ദാ നോക്കിക്കേ, പ്രതികൂലത്തിന്റെ മുകളിലൂടെ നടക്കുകയാ. എന്തോ ഇന്ന് 13ാമത്തെ ദിവസം ആത്മാവ് പ്രവചനാത്മാവിൽ കൈമാറുന്നു. പ്രതികൂലത്തിന്റെ മുകളിലൂടെ നടക്കാൻ നിനക്ക് കഴിഞ്ഞ, പ്രതിസന്ധിയുടെ മുകളിലൂടെ നടക്കാൻ നിനക്ക് കഴിഞ്ഞ, ഹല്ലേലൂയ, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തിനകത്തു നീ എത്തുന്ന സമയങ്ങൾ. എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ചിലരുടെ കാലുകളെ കർത്താവ് പ്രിപ്പയർ ചെയ്യുകയാ. ചില പ്രതികൂല സാഹചര്യത്തിനകത്തുകൂടെ നടന്നു കയറാ, ചില പ്രതിസന്ധിക്കകത്തുകൂടെ നടന്നു കയറാ. ധൈര്യമില്ലാത്ത ചില മേഖലയ്ക്കകത്ത് ധൈര്യത്തോടെ കാലുകൾ എടുത്തു വെക്കുക. ചിലരുടെ കാലുകളെ ദൈവം ബലമുള്ളതാക്കുന്നു, ചിലരുടെ കാലുകളെ ദൈവം പ്രിപ്പയർ ചെയ്യുന്നു, ചിലരുടെ കാലുകളെ ദൈവം ഒരുക്കിയെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എനിക്ക് അഭിഷേകം വേണം. പ്രതികൂല സാഹചര്യത്തിന്റെ മുകളിലൂടെ ധൈര്യമായി നടക്കുക. എനിക്കൊരു നിയോഗം വേണം, എനിക്കൊരു ദൈവകൃപ വേണം. എന്റെ കാലുകളുടെ മേൽ അഭിഷേകം വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. മാൻപേടെ കാലുകൾ പോലെ, മാൻപേടെ കാലുകൾ പോലെ നിന്റെ കാലുകളെ കർത്താവ് ബലമുള്ളതാക്കി, നിന്റെ കാലുകളെ കർത്താവ് ബലമുള്ളതാക്കി പുറത്തു കൊണ്ടുവരുക. പ്രതികൂലം കണ്ട് ഭയപ്പെടാനല്ല, അതിന്റെ മുകളിലൂടെ നടക്കുകയാ. നോക്കിക്കേ, കൂടെയുള്ള ആർക്കും തോന്നാത്തത്, അല്ലെങ്കിൽ കൂടെയുള്ള ആർക്കും മനസ്സിലാകാത്തത്, കൂടെയുള്ള ആർക്കും ചെയ്യാൻ കഴിയാത്തത് ഹല്ലേലൂയ പത്രോസ് ചെയ്യുകയാ. ഹല്ലേലൂയ, പ്രതികൂലത്തിന്റെ മുകളിലൂടെ നടക്കാൻ. എന്തോ പദ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ, പ്രതികൂലത്തിന്റെ മുകളിലൂടെ നടക്ക്. നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നില്ലേ ആ പ്രതിസന്ധി? ഇപ്പൊ അനുഭവിക്കുന്ന ആ കഷ്ടതയില്ലേ? ഇപ്പൊ അനുഭവിക്കുന്ന രോഗമില്ലേ? ആ ഫിനാൻഷ്യലി ഉള്ള പ്രതികൂലമില്ലേ? ആ സാമ്പത്തിക ഞെരുക്കങ്ങളില്ലേ? അപമാനങ്ങളില്ലേ? ശുശ്രൂഷ ജീവിതത്തിലെ പരാജയങ്ങളില്ലേ? ശുശ്രൂഷ ജീവിതത്തിലെ ശൂന്യതകളില്ലേ? അതിന്റെ മുകളിലൂടെ ആത്മാവിലൊന്ന് നടന്ന് കയറാൻ, അതിന്റെ മുകളിലൂടെ പിശാചേ നീ എന്നെ പാതി വഴിക്ക് അടയ്ക്കാൻ കഴിയത്തില്ല. കാരണം അങ്ങേ തലക്കൽ ഇറങ്ങി നിൽക്കുന്നത് സകലത്തെയും ഉളവാക്കിയ, എന്നെ വിളിച്ച് വേർതിരിച്ച, അക്കരയ്ക്ക് പോകാൻ എന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ച കർത്ത. ഓ റബബലബ ശംദരാദല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പുറത്ത് നിൽക്കുന്നത് ഭൂതമാണെന്ന് തെറ്റിദ്ധരിച്ച് പലരും ഭയന്നിരിക്കുമ്പോ, അപ്പുറത്ത് നിൽക്കുന്നത് ഭൂതമാണെന്ന് തെറ്റിദ്ധരിച്ച് പലരും ഭയന്ന് മാറി നിൽക്കുമ്പോ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അകത്തു വെളിപ്പാടുള്ളവൻ പറയുകയാ, യേശുവേ നീയാ അവിടെ നിൽക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് നടന്നു വരാ. ഈ പ്രതികൂലം എനിക്ക് വിഷയമല്ല, ഈ പ്രതിസന്ധി എനിക്ക് വിഷയമല്ല, ഈ തീരമാല എനിക്ക് നീ അപ്പുറത്ത് നിന്നാ, ഞാൻ പറയട്ടെ, നിന്നെ പറഞ്ഞയച്ച കർത്താവ് അപ്പുറത്തുള്ളത് കൊണ്ട്, നിന്നെ പറഞ്ഞയച്ച ദൈവം അപ്പുറത്തുള്ളത് കൊണ്ട് നിന്റെ വഴിയാത്രയിലെ പ്രതികൂലങ്ങൾ സാരമില്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തോ ഇന്ന് രാത്രി ചിലർക്കൊരു പ്രത്യേക ധൈര്യത്തെ കർത്താവ് കൈമാറുകയാ. എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ഹല്ലേലൂയ. ചില കാലുകൾ എടുത്തു വെക്കുവാൻ കഴിയാതെ, ചില സ്റ്റെപ്പുകൾ എടുത്തു വെക്കുവാൻ കഴിയാതെ, നടുക്കടലിലെ നടുയാത്രയില്, യാത്രയുടെ പാതി വഴിയിൽ സ്ട്രക്കായി നിൽക്കുന്ന ചിലരുടെ മേ, ഹല്ലേലൂയ, സ്ട്രക്കായി നിൽക്കുന്ന ചിലരുടെ മേ ആത്മാവ് ഭയങ്കരമായ ചില ശുശ്രൂഷയുടെ, ഹല്ലേലൂയ, ചില വാഗ്ദത്തങ്ങളുടെ തലങ്ങളെ കർത്താവ് തുറക്കുന്നെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാ. ആരെ ദൂത് സ്വീകരിക്കുന്നത്? നിന്നെ പ്രതികൂലത്തിന്റെ നടുവിലൂടെ നടക്കുവാൻ ഈ 13ാമത്തെ രാത്രി കർത്താവ് ബോൾഡാക്കുന്നല്ലോ. ഹല്ലേലൂയ. ചില പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ നടക്കുവാൻ ദൈവം നിന്നെ ധൈര്യപ്പെടുത്തുന്നു.
നാളിതുവരെ ചില പ്രതികൂലങ്ങൾ കണ്ട്, പ്രതിസന്ധികൾ കണ്ട്, അപമാനങ്ങൾ കണ്ട്, ശൂന്യതകൾ കണ്ട് സ്റ്റെപ്പ് വെക്കാൻ കഴിയുന്നില്ലേ? ഹല്ലേലൂയ, സ്റ്റെപ്പ് വെക്കാൻ കഴിയുന്നില്ലേ? മാറി നിൽക്കുകയാണോ? ഭാരപ്പെട്ട് നിൽക്കുകയാണോ? ഓ, ഇന്ന് രാത്രി സ്വർഗം കൈമാറുന്നു. നിന്റെ ജീവിതത്തിന്റെ യാത്രയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ കരം ഇറങ്ങുന്നു. നീ മുങ്ങിപ്പോകത്തില്ല. ഒന്നാം യാമം നീ നടന്നു, രണ്ടാം യാമം നീ നടന്നു, മൂന്നാം യാമം നീ നടന്നു. ഈ നടക്കത്തിലെ ഈ യാത്രയിലൊക്കെ ഒരു പ്രതിസന്ധി, ഒരു പ്രതികൂല, മുന്നോട്ട് പോകാൻ കഴിയാത്ത കഷ്ടത. പക്ഷെ നാലാം യാമത്തിൽ നിന്റെ കരച്ചിലിനൊരു വിടുതലുണ്ട്. ഓ, നാലാം യാമത്തിൽ നിനക്കൊരു വിടുതലുണ്ട്. എന്തോ പരിശുദ്ധാത്മാവ് ഈ രാത്രി പ്രവചിക്കുന്നു. നാലാം യാമം നിന്റെ വിടുതലിന്റെ സമയമാ. നാലാം യാമം നിന്റെ വിടുതലിന്റെ സമയമാ. നീ ധൈര്യമായി സ്റ്റെപ്പ് എടുത്ത് വെക്ക്. ആരോടോ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പ്രവചിക്കുകയാ. ഹല്ലേലൂയ. ഈ ഏപ്രിൽ മാസത്തിൽ കർത്താവേ, ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ മടുത്തു നിൽക്കുന്ന ആരോടോ, ഹല്ലേലൂയ, മടുത്ത് ഹല്ലേലൂയ, ഭയപ്പെട്ട് നിൽക്കുന്ന ആരോടോ ആത്മാവി രാത്രി പ്രവചിക്കുന്നു. ഹല്ലേലൂയ, നീ സ്റ്റെപ്പ് എടുത്ത് വെച്ചോ. ഹല്ലേലൂയ, നീ സ്റ്റെപ്പ് എടുത്ത് വെച്ചോ. കാറ്റ് നിനക്ക് പ്രശ്നമല്ല. ഹല്ലേലൂയ, കാറ്റ് നിനക്ക് പ്രശ്നമല്ല. തിരമാല നിനക്ക് പ്രശ്നമല്ല. പടകിന്റെ ഉലച്ചിൽ നിനക്ക് പ്രശ്നമല്ല. ഇതെല്ലാം വന്നാലും നീ മുങ്ങത്തില്ല. അസാധാരണമായ ഒരു ധൈര്യത്തെ കർത്താവ് ഇന്ന് തുറക്കുകയാട്ടോ. ഒരു അസാധാരണമായ ധൈര്യം. എനിക്കറിയത്തില്ല, പ്രതികൂലത്തിന്റെ ചില സാഹചര്യങ്ങളെ കണ്ട്, ചില പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളെ കണ്ട് പുറകോട്ട് മാറി നിൽക്കുന്ന ചിലരെ ആത്മാവിന് ശക്തമായി തൊടുന്നുണ്ടോ? ആത്മാവ് ശക്തമായി തൊടുന്നു. പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. കാറ്റ് അടങ്ങ എന്ന് പറയുവാൻ, കാറ്റ് അടങ്ങ എന്ന് പറഞ്ഞാൽ, കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ നിന്റെ ജീവിതത്തിനകത്ത് ആഞ്ഞടിക്കുന്ന തിരമാല പിന്നെ ഉണ്ടാകത്തില്ല. കടലിനകത്ത് ഏതു വലിയ സാഹചര്യമാണെങ്കിലും നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത പ്രതിസന്ധി എത്രയധികം, ഞാൻ പറയാം. ഹല്ലേലൂയ, ഞാനങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണ്, ഇനി കടലിൽ വീണെന്നങ്ങിരിക്കട്ടെ, ആ സമയത്ത് ഞാൻ മുങ്ങിച്ചാകാൻ പ്ലാൻ ഇല്ലെങ്കിൽ, ആ സമയത്ത് ഞാൻ മുങ്ങിച്ചാകാനുള്ള പദ്ധതി ദൈവത്തിന്റെ പ്ലാനിനകത്തില്ലെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, എൻ്റെ മുടിനാരിന് പോലും ഒരു ദോഷവും വരത്തില്ല. ഹല്ലേലൂയ, നിന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്നെപ്പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്നെപ്പറ്റി ദൈവത്തിനൊരു നിയോഗമുണ്ടെങ്കിൽ, ഞാൻ പറയാം, ആ വാഗ്ദത്തം തീരാതെ ഹല്ലേലൂയ, നിനക്കെതിരെ വരുന്ന തിരമാല എത്ര വലിയ ഉയരത്തിൽ ആഞ്ഞടിച്ചാലും, നിന്റെ പടക് മുങ്ങത്തില്ല. നോക്കിയിരിക്കുന്ന പിശാചി ലജ്ജിച്ചു പോകല്ലാതെ, മുക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന പിശാചി ലജ്ജിച്ചു പോകല്ലാതെ, നീ മുങ്ങിപ്പോകത്തില്ല. അതുകൊണ്ടല്ലേ ഇസ്രായേൽ ജനം ചെങ്കടൽ ഈസി ആയിട്ട് കടന്നു. ഹല്ലേലൂയ, ഈസി ആയിട്ട് അവർ കടന്നു. ഇത് കണ്ട് ഓടി വന്ന ഫറവോനും സൈന്യവും ചെങ്കടലിൽ മുങ്ങിപ്പോയി. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് പ്രാർത്ഥനാ മുറിക്കകത്ത് മനസ്സിലായ ഒരു കാര്യം, അതെനിക്ക് വേണ്ടി മാത്രം തുറന്ന ഒരു നാഷണൽ ഹൈവേയാ.
അതെനിക്ക് വേണ്ടി മാത്രം കർത്താവ് തുറന്നു തന്നതാ. അതിനകത്തുകൂടെ ഞാനല്ലാതെ ഹല്ലേലൂയ എന്നെ തകർക്കുവാൻ വരുന്ന പിശാചിനെ കടത്തി വിടത്തില്ലെന്ന്. ഹല്ലേലൂയ. നിന്റെ പുറകെ ഓടി വന്നാലോ, നിന്നെ പിടിക്കുമെന്ന് പറഞ്ഞാലോ, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞാലോ, ഞാൻ പറയാ ഓടി വരാം ഒരു പരിധി വരെ. നിന്നെ ഭയപ്പെടുത്താൻ ഓടി വരാം. ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഇവര് നോക്കുമ്പോ പുറകെ സൈന്യം ഓടി വരികയാ. എന്ത് ചെയ്യണമെന്ന് ഇവർക്കറിയത്തില്ല, എങ്ങനാകുമെന്ന് ഇവർക്കറിയത്തില്ല. പക്ഷെ നോക്കിക്കേ, രണ്ട് സൈഡും ചിറ പോലെ നിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ആ ജനം മുഴുവനും അക്കരെ കടന്ന ശേഷം ഇതറിയാതെ നിനക്കെതിരായി വരുന്ന ശത്രു ഓടി വരികയാ. ഇവന്റെ ചിന്ത എന്താണെന്നറിയോ? ഇതെന്നും ഇങ്ങനെ അങ്ങ് തുറന്നു കിടക്കുകയാ, ഇതെന്നും ഇങ്ങനെ അങ്ങ് തുറന്നു കിടക്കുകയാ, ഓടിച്ചെന്ന് പിടിക്കാമെന്ന്. ഇത് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി തുറന്നിട്ടിരിക്കുന്നതാ. ഇത് നിയോഗം പ്രാപിച്ചവന് വേണ്ടി തുറന്നിട്ടിരിക്കുന്നതാ. ഇത് ദൈവകൃപയുള്ളവന് വേണ്ടി തുറന്നിട്ടിരിക്കുന്നതാ. ഇത് വാഗ്ദത്തം ഉള്ളവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാ. എന്താ പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ചില വഴികളൊക്കെ നിനക്ക് വേണ്ടി മാത്രം, ചില വഴികളൊക്കെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി മാത്രം, ചിലതൊക്കെ നിനക്ക് വേണ്ടി മാത്രം, ചില വേദികളൊക്കെ ചില അഭിഷക്തന്മാരെ നിങ്ങൾക്ക് വേണ്ടി മാത്രം തുറന്നിട്ടിരിക്കുകയാ. അത് മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നതല്ല, അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം. ആ ദേശത്ത്, ആ പട്ടണത്തിനകത്ത് ആ ശുശ്രൂഷയിൽ നിങ്ങൾ ശുശ്രൂഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി മാത്രം. പുറകെ നടന്ന് അതിനെ തട്ടിക്കളയുവാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക ശക്തിയോ അതിന്റെ മുകളിൽ കയറി വരത്തില്ലെന്ന്. ഹല്ലേലൂയ. നീ ആ പ്രതികൂലത്തിന്റെ നടുവിൽ, ചില സാഹചര്യങ്ങളിൽ പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ടെടുത്ത് വെക്കാൻ കഴിയത്തില്ല. നമ്മളെല്ലാവരുടെയും സാഹചര്യമാ. ചില പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകുന്ന സാഹചര്യം വരാറുണ്ട്, മടുത്തു പോകുന്ന സാഹചര്യം വരാറുണ്ട്. ഒരു സ്റ്റെപ്പ് എങ്ങനെ എടുത്തു വെക്കുമെന്ന് ചിന്തിച്ച് ഒരു പക്ഷെ ഞാൻ പറയട്ടെ, അനങ്ങുവാൻ പോലും കഴിയാതെ നിൽക്കുന്ന സാഹചര്യങ്ങൾ അനുഭവിച്ചവരാ എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കള്. പക്ഷേ ഈ ഏപ്രിൽ മാസം ഞാൻ നിങ്ങളോട് പറയാം, ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ഇതിൻ്റെ നടുവിലൂടെ നടക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ നടക്കാൻ ഒരു ധൈര്യം കാണിച്ചാൽ, നിങ്ങൾ കാണിച്ചാൽ പ്രതികൂലത്തിൻ്റെ അകത്തും നിനക്ക് വേണ്ടി ഒരു ദൈവ മഹത്വം വെളിപ്പെടും. പ്രതികൂലത്തിനകത്തും നിനക്ക് വേണ്ടി ഒരു ദൈവ മഹത്വം ഇറങ്ങും. എത്ര പേരിന്ന് രാത്രി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ നടക്കാൻ ഞാൻ തയ്യാറാണെന്നൊന്ന് പറയാമോ? ഈ പ്രതിസന്ധിക്കകത്തുകൂടെ നടക്കാൻ ഞാൻ തയ്യാറാ. രോഗം കൊണ്ടുവന്ന് നിന്നെ ക്ഷീണിപ്പിച്ച് നിന്നെ കിടക്കയിലാക്കി, നിന്നെ ഹോസ്പിറ്റലിലാക്കി, അനാവശ്യ മെഡിസിൻ മുഴുവനും നിന്റെ ശരീരത്തിനകത്ത് കയറ്റി മെന്റലി നിന്നെ ക്ഷീണിപ്പിക്കുമ്പോൾ, ഞാൻ പറയട്ടെ, പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിട്ട് നീ ആത്മാവിൽ പറയണം, ഈ രോഗത്തെ ഞാൻ ജയിക്കുമെന്ന്. തകർച്ചയുടെ വക്കിനകത്തേക്ക് നിന്നെ കൊണ്ടുവന്നിടുമ്പോൾ, സാമ്പത്തിക തകർച്ച, തലമുറകളുടെ മേലുള്ള പ്രതികൂലം എല്ലാം കടന്നു വരുമ്പോൾ, ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ, ഒരു സ്റ്റെപ്പ് പോട്ട് അനങ്ങുവാൻ പോലും കഴിയാതെ നീ നിൽക്കുകയാണോ? ആ സാഹചര്യം വരുമ്പോൾ നിങ്ങൾ പറയണം, ഇല്ല, ഇതിനെ ഞാൻ ജയിക്കൂ. പലപ്പോഴും പിശാചിന്റെ തന്ത്രങ്ങൾ വരുമ്പോ നമ്മൾ ക്ഷീണിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. എൻ്റെ മുന്നിലേക്ക് ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഈ ഏപ്രിൽ മാസം അതിനെ ഒന്ന് തിരുത്താൻ തയ്യാറാണെങ്കിൽ, പത്രോസ് പറയാ, യേശുവേ നീയാ നിൽക്കുന്നതെങ്കിൽ ഞാൻ ഇതിൻ്റെ നടുക്കൂടെ നടന്നു വരാം. ഹല്ലേലൂയ. ഞാൻ ഇതിൻ്റെ നടുക്കൂടെ നടന്നു വരാം. അല്പ മിനിറ്റ് മുന്നേ തിരമാലകൾ കണ്ട് ഭയന്നവരാ, പേടിച്ചവരാ. ഈ പ്രതികൂലം കണ്ട് ഭയന്നു പോയവരാ.
ഹല്ലേലൂയ. അതിനകത്ത് പറയുക, നീയാ നിൽക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ അക്കരെ എൻ്റെ യേശു കർത്താവ് ഉണ്ടെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തിനകത്തും നിനക്ക് ധൈര്യമായി നിൽക്കുവാൻ ദൈവം കൃപ തരും. ഹല്ലേലൂയ. അഭിഷേകത്തെ നേരത്തെ ഓർമ്മിച്ചു, പൈശാചിക മേഖലകൾ നിന്നെ ഫൈറ്റ് ചെയ്യാൻ വരുമ്പോൾ അതിനെ കണ്ട് ഭയപ്പെടുകയല്ല. അഭിഷേകത്തിനെ ഓർമ്മിപ്പിച്ചതുപോലെ അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ അകത്തൊരു ഉറപ്പുണ്ടാകണം. എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ഹല്ലേലൂയ ഒരു സാധാരണ അഭിഷേകമല്ല. അതിനെ ജയിക്കുവാൻ തക്കതായ പൈശാചിക തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ്, പൈശാചിക കോട്ടകളെ തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കുവാൻ തക്കതായ ഒരഭിഷേകത്തോടെയാ ഞാൻ ഇന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ തിരമാല എനിക്ക് പ്രശ്നമല്ലെന്ന്, ഈ പ്രതിസന്ധി എനിക്ക് പ്രശ്നമല്ല, ഈ പ്രതികൂലം എനിക്ക് പ്രശ്നമല്ല. ഹല്ലേലൂയ. ഞാൻ ഉറപ്പായി അക്കരെ എത്തും. ഹല്ലേലൂയ. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പറയണം, ഉറപ്പായി ഞാൻ എൻ്റെ വാഗ്ദത്തത്തിനകത്ത് എത്തിച്ചേരും. ഞാൻ എൻ്റെ വാഗ്ദത്തം പ്രാപിക്കും. നിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാതിരിക്കുവാൻ ഒത്തിരി പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ നടുവിൽ കടന്നു വരും. ഹല്ലേലൂയ. ഒത്തിരി 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 പ്രതിസന്ധികൾ വരും. പൗലോസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ തൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തിന് മുകളിലൂടെ, തൻ്റെ മേൽ കിടക്കുന്ന നിയോഗത്തിന് മുകളിലൂടെ അതിനകത്ത് താൻ പൂർണ്ണമാകാതിരിക്കും ഒത്തിരിയധികം പ്രതിസന്ധികൾ തനിക്ക് കേൾക്കേണ്ടി വന്നു. ഒത്തിരി പ്രതികൂലത്തിനകത്തൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നു. വചനം നമ്മൾ പഠിച്ചാൽ, ആരെ നമ്മൾ പഠിച്ചാലും ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി പ്രതിസന്ധിയായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി കരഞ്ഞവരുണ്ട്, ഒത്തിരി നിലവിളിച്ചവരുണ്ട്, ഒറ്റപ്പെട്ടു പോയവരുണ്ട്, കാരാഗ്രഹത്തിനകത്ത് കയറിയവരുണ്ട്, ഹല്ലേലൂയ, അകപ്പെട്ടു പോയവരുണ്ട്. പക്ഷെ അവരുടെയൊക്കെ നടുവില് ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വന്നെങ്കിൽ, ഇതേ പത്രോസ് നോക്കിക്കേ, കാരാഗ്രഹത്തിൽ കിടക്കുകയാ. അവിടെ കിടക്കുമ്പോൾ ആരുമില്ല, വിടുവിപ്പാൻ ആരുമില്ല. എന്നാലോ ഹല്ലേലൂയ താൻ ഉറങ്ങുകയാ. പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ നടക്കുന്നു, പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ഉറങ്ങുന്നു. നമ്മളാണെങ്കിൽ ഒരു കൊച്ചു പ്രശ്നം വന്നാൽ പിന്നെ നമുക്ക് ഉറക്കമില്ല. പിന്നെ നമ്മൾ ഉറങ്ങത്തില്ല. ഹല്ലേലൂയ. എവിടെ പോയി വിശ്വാസം? എവിടെ പോയി ധൈര്യം? എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ശാന്തമായി സംസാരിക്കുന്നു. ഹല്ലേലൂയ. എവിടെ പോയി ഹല്ലേലൂയ നിന്റെ മേൽ കിടക്കുന്ന ആ ധൈര്യം? കാരാഗ്രഹത്തിനകത്തും താൻ സമാധാനത്തോടെ ഇരിക്കുകയാ. നാളെ നേരം വെളുക്കുമ്പോൾ എന്തുണ്ടാവുമെന്ന് അറിയത്തില്ല. ചരിത്രം സഹോദരന്മാരെ കൊന്നു വാൾ കൊണ്ട്, തൻ്റെ സ്ഥിതി അതാവുമോന്നറിയത്തില്ല. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ആ സാഹചര്യത്തിലും താൻ ഉറങ്ങുകയാ. ഇതാ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസം. ഈ ഭാഗം താഴേക്ക് വായിച്ചു വരുമ്പോൾ യേശു അവരെ വിളിക്കുന്നൊരു പേരുണ്ട്, അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു? എന്തോ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 13ാമത്തെ ദിവസം പ്രവചനാത്മാവിൽ കൈമാറുകയാ. നിങ്ങളുടെ സംശയങ്ങളെ ഒന്ന് ബ്രേക്ക് ചെയ്യാമെങ്കിൽ, സംശയങ്ങൾ അകത്ത് കയറിയ ചില സംശയങ്ങൾ, എനിക്ക് വിടുതലുണ്ടാകുമോ? എനിക്കൊരു നന്മയുടെ വഴി തുറക്കുമോ? എനിക്കൊരു വാഗ്ദത്തം ഉണ്ടാകുമോ? എൻ്റെ തലമുറയ്ക്കൊരു നല്ല ഭാവി ഉണ്ടാകുമോ? എൻ്റെ ശുശ്രൂഷയ്ക്കൊരു വിശാലത ഉണ്ടാകുമോ? എനിക്കൊരു നല്ല സഭ ലഭിക്കുമോ? എനിക്ക് ആത്മാക്കളെ ലഭിക്കുമോ? ഞാൻ കയറി ഇറങ്ങുന്നത് വെറുതെയാകുമോ? ഹല്ലേലൂയ. കയറി ഇറങ്ങുന്നത് വെറുതെയാകുമോ? ഞാൻ ട്രാക്റ്റ് കൊടുക്കുന്നത് വെറുതെയാകുമോ? നീ ഒരു ട്രാക്റ്റ് കൊടുക്കുമ്പോൾ അകത്ത് വിശ്വാസത്തോടെ കൊടുക്കുക. ഇവര് വരും, ഇവരെ കർത്താവ് തൊടും. നീ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
നിന്റെ അകത്ത് ആദ്യം വിശ്വാസം ഉണ്ടാകണം. ഈ രോഗി സൗഖ്യമായി എഴുന്നേൽക്കും. എന്തോ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പ്രവചിക്കുക, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കട്ടെ. ഓ ആ വിശ്വാസത്തിന്റെ വേരുകൾ പാകുന്ന, ആ വിശ്വാസത്തിന്റെ വേരുകൾ പാകിയിരിക്കുന്ന ആ വേരിനെ ഇന്ന് രാത്രി ആത്മാവിലൊന്ന് പിഴുതുകളയുവാൻ, അതിനെ ഒന്ന് മുളയിലെ നുള്ളിക്കളയുവാൻ പിശാച് നിന്റെ അകത്ത് കൊണ്ടിട്ടിരിക്കുന്ന ആ വിശ്വാസത്തിന്റെ വേരിനെ അത് ആത്മാവിൽ രാത്രി ഒന്ന് പിഴുതുകളയുവാൻ. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, നീ അവിടെ നിൽക്കുന്ന കൊണ്ട് ഞാൻ നടന്നു വരാം. തിരമാലയ്ക്ക് മുകളിലൂടെ, പ്രതിസന്ധിക്ക് മുകളിലൂടെ ഹല്ലേലൂയ നടന്നു പോകുകയാ. എൻ്റെ പ്രസംഗ വിഷയത്തിൻ്റെ ടൈറ്റിൽ അത്ര, പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലൂടെ നടന്നു പോകുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, പ്രതികൂല സാഹചര്യത്തിലൂടെ നടക്കുവാൻ നിന്റെ കാലുകളുടെ മേൽ കർത്താവ് ഒരു ബലം തന്നിട്ടുണ്ട്. നീ അതിന് റെഡിയാണോ? നിങ്ങൾ അതിന് റെഡിയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി പേര് പ്രാർത്ഥിക്കുവാൻ വിളിക്കുമ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സിസ്റ്ററെ, ചില പ്രതികൂലം വരുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, പ്രതിസന്ധി വരുമ്പോൾ എനിക്ക് പാടാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, ആരാധിക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് ഏകാഗ്രത കിട്ടുന്നില്ല. എന്തേ? പൗലോസും ശീലാസും എന്താ ചെയ്തത്? കാരാഗ്രഹത്തിനകത്തും പ്രതികൂലത്തിനകത്തും അവര് പാടി സ്തുതിക്കുകയാ. ഞാൻ പറയാം, നീ ആത്മാവിൽ ആരാധിച്ചാൽ, നീ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ, പ്രതികൂലത്തിനകത്തും ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ആരാധിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പ്രതികൂലത്തെ ജയിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, തമ്പുരാൻ നിന്റെ സാഹചര്യത്തിനകത്ത് ഇറങ്ങി വരൂ. കാരാഗ്രഹത്തിലാണെങ്കിലോ, ആമത്ത് നിന്റെ കൈകാലുകൾ പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിലോ, മുന്നോട്ട് പോകുവാൻ കഴിയില്ലെങ്കിലോ, ഞാൻ പറയാം, നിന്റെ പ്രതികൂലത്തിനകത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, ഹല്ലേലൂയ, നിന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത്, നിന്നെ ഈ വാഗ്ദത്തത്തിനകത്തേക്ക് കയറ്റിയത്, നിന്നെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്, എവിടെയൊക്കെയോ ആയിരുന്ന നിന്നെ, എവിടൊക്കെയോ നശിച്ചു പോകാമായിരുന്ന നമ്മളെ ഓരോരുത്തരെയോ, പാപത്തിലായിരുന്ന, പ്രതികൂലത്തിലായിരുന്ന, ഹല്ലേലൂയ, നമ്മളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത് നീ തകർന്നു പോകുവാനല്ല, നീ ക്ഷീണിച്ചു പോകുവാനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോകുന്ന സാഹചര്യത്തിനകത്തു നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. പടകോ ഹല്ലേലൂയ കരവിട്ട് പല നാഴിക ദൂരത്തായി. അപ്പൊ യേശു കർത്താവിൻ്റെ അടുത്ത് നിന്ന് ദൂരത്തേക്ക് പോയപ്പോഴാ പ്രതികൂലം ഉണ്ടായത്, പ്രതിസന്ധി ഉണ്ടായത്. ഹല്ലേലൂയ. നമ്മൾ എവിടെങ്കിലുമൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ, വാഗ്ദത്തത്തിലേക്ക് നീ നീങ്ങുമ്പോൾ, ഹല്ലേലൂയ, നീ മുന്നോട്ട് പോകുമ്പോൾ, ഇന്നലെ നീ എവിടെങ്കിലും ഒതുങ്ങിയിരിക്കുവാണെങ്കിൽ നിനക്കൊരു പ്രശ്നവും ഇല്ല. എവിടെങ്കിലും നീ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. നീ എവിടെങ്കിലും ഉപയോഗിക്കപ്പെടും എന്ന് തോന്നുമ്പോൾ, നീ എവിടെങ്കിലും പ്രയോജനപ്പെടും എന്ന് തോന്നുമ്പോൾ തുടങ്ങും നിന്റെ മേൽ കിടക്കുന്ന ഹല്ലേലൂയ പ്രശ്നങ്ങൾ, നിന്റെ മേൽ ഒരു പ്രതികൂലങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അങ്ങനെയുള്ള പ്രതിസന്ധിക്കകത്തൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ വാഗ്ദത്തത്തിലേക്ക് നീ അടുത്തു കഴിഞ്ഞു. നിന്റെ വാഗ്ദത്തത്തിലേക്ക് നീ അടുത്തു കഴിഞ്ഞു. ഈ കാറ്റ് വെറുതെ വന്ന കാറ്റല്ല, ഈ പ്രതികൂലം വെറുതെ വന്ന പ്രതികൂലമല്ല, ഈ പ്രതിസന്ധി വെറുതെ വന്നതല്ല, ഈ തിരമാല വെറുതെ വന്നതല്ല. നിന്റെ കരത്തിൽ ചേർത്ത് പിടിക്കുവാൻ, നിന്റെ കരത്തിൽ ചേർത്ത് പിടിക്കുക, ഒരു കരമിറങ്ങുന്ന സമയമായെന്ന്. ഈ ഉപവാസ പ്രാർത്ഥന ആരുടെയൊക്കെയോ കരത്തിന് മുകളിൽ പിടിക്കുന്ന ആ കർത്താവിന്റെ കരം ഞാൻ കാണുന്നു. ആരുടെയൊക്കെയോ കരത്തിൽ പിടിക്കുന്ന ആ മുറിഞ്ഞ കരം ഞാൻ കാണുന്നു.
നിനക്ക് വേണ്ടി ഒരു കരമിറങ്ങി വരികയാ. ഹല്ലേലൂയ, ഒരു കരമിറങ്ങി വരികയാ. അഭിഷേകത്തിലെ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, ഒരു കരം ഈ ഉപവാസ പ്രാർത്ഥനയിൽ വെച്ച വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരികയാ. ഒരു 4-ാം യാമം, 1-ാം യാമത്തിൽ കരഞ്ഞത്, 2-ാം യാമത്തിൽ കരഞ്ഞത്, 3-ാം യാമത്തിൽ നിലവിളിച്ചതിന് 4-ാം യാമത്തിൽ ഒരു റിസൾട്ട് ഉണ്ടെന്ന്. ആത്മാവ് ശക്തമായി ഇടപെടുന്നു അഭിഷേകത്തിലെ. ചില വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാ. ഈ ഉപവാസം നാളിതുവരെ ഇരുന്നത് പോലെ അല്ല. എന്തോ ഒരു ഭയങ്കര പ്രത്യേകതയിൽ ഈ ഉപവാസ പ്രാർത്ഥന പരിശുദ്ധ ആത്മാവ് മൂവാക്കുന്നെന്ന്. പരിശുദ്ധ ആത്മാവ് പ്രവചനാത്മാവിൽ കൈമാറുന്നു. അടുത്ത 2 ദിവസം 2 ദിവസം പ്രാർത്ഥനയുടെ 13, 14, 15-ാമത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് ആത്മാവ് ചില വിടുതലുകളെ നേരിട്ട് കാണിക്കുന്നത് പോലെ ചില വിടുതലുകളെ കർത്താവ് കാണിക്കുമെന്ന്. ആത്മാവാലോചന കൈമാറുകയാ. കരഞ്ഞത് വെറുതെയല്ല. എനിക്കറിയത്തില്ല, ആത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു അഭിഷേകത്തിനെ. കരഞ്ഞതൊന്നും വെറുതെ അല്ലെന്ന്. കരഞ്ഞത് വെറുതെയല്ല. ഒരു കരം ഇറങ്ങുന്നുണ്ട്. അത് യാമമാകുമ്പോൾ വെളിപ്പെട്ട് വരൂ. ഒരു കരം ഇറങ്ങുന്നുണ്ട്. അത് 4-ാം യാമമാകുമ്പോൾ വെളിപ്പെട്ട് വരും. ആ കരം വേറെ ആർക്കു വേണ്ടിയുള്ളതല്ല. അത് എന്റെ കരത്തിൽ പിടിക്കാനാണെന്ന് ഉറപ്പുള്ളവ, അതെനിക്ക് വേണ്ടി ഇറങ്ങുന്നതാണെന്ന് ഉറപ്പുള്ളവ, അതെനിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന്. കരപടിക്കാമെങ്കിൽ കരപടിച്ച് നന്നായി കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കോ. ചില കൂടാരങ്ങൾക്കകത്തൊക്കെ കരം ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ചില അഭിഷക്തരുടെ ശുശ്രൂഷയുടെ മേലെ കരം ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ചിലരുടെ ശുശ്രൂഷയുടെ തലകളെ കർത്താവ് മാറ്റുന്നത് പോലെ ശക്തമായ ശുശ്രൂഷയുടെ തലങ്ങൾ തുറക്കുന്നു. ചില മേഖലകളെ വേഗതയാക്കുവാൻ പിശാച് ഒതുക്കി വെച്ച ചില മേഖലകളിൽ സ്പീഡ് കൂട്ടുവാൻ ഒരു കരം ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ചില അഭിഷക്തരോട് ശക്തമായി ഇടപെടുന്നു. സ്ട്രക്കാക്കി നിൽക്കിയിരിക്കുന്ന ചില മേഖലകളെ സ്പീഡ് കൂട്ടുവാൻ ഒരു കരം ഇറങ്ങുന്ന ഞാൻ കാണുന്നു. ശുശ്രൂഷയുടെ തലങ്ങളിൽ സ്പീഡ് കൂട്ടുന്നത് പോലെ ഈ ഏപ്രിൽ മാസം സ്വീകരിച്ചോ ഇത്. സ്പീഡ് കൂട്ടുന്നത് പോലെ. അഭിഷേകത്തിലെ കുടുംബത്തെ ശക്തമായി കർത്താവ് തൊടുന്നു ഞാൻ കാണുന്നു. ആത്മാവിൽ ഒരു കരം ഇറങ്ങുന്നത് പോലെ, അഭിഷേകത്തിലെ ശുശ്രൂഷയുടെ സ്പീഡുകൾ കൂടുന്നത് പോലെ, ഒത്തിരി സ്ട്രക്കായ ചില മേഖലകളുണ്ട്, ഒത്തിരി ക്ഷീണിച്ച ചില മേഖലകൾ. പ്രവർത്തിച്ചിട്ടും പ്രയോജനം കാണാതെ പിശാചി സ്ട്രക്കാക്കിയ ചില മേഖലകൾ തുറക്കുന്നു. എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുന്നു. ഒത്തിരി പ്രവർത്തിച്ചു, ഒത്തിരി കയറി ഇറങ്ങി, ഒത്തിരി ദൈവ രാജ്യത്തിന് വേണ്ടി നടന്നു. പക്ഷെ വേണ്ടുന്ന വണ്ണമുള്ള പ്രയോജനം കാണാതെ എവിടെയോ മുരടിപ്പിച്ച്, എവിടെയോ മനസ്സിനെ ക്ഷീണിപ്പിച്ച് പിശാചിട്ടിരിക്കുന്ന ചില മേഖലകളിൽ ആത്മാ പ്രവചിക്കുന്നു. ഒരു 4-ാം യാമം ഇന്ന് രാത്രി വെളിപ്പെടുകയാ. ഈ 13-ാമത്തെ ദിവസം നിങ്ങളുടെ വിടുതലിന്റെ ദിവസമാ. അസാധാരണമായ ദൈവസാന്നിധ്യം അഭിഷേക ദാസി സ്വീകരിച്ചോ. ശക്തമായി തൊടുകയാ. ശക്തമായ ഒരു പ്രത്യേക അഭിഷേകത്തിന്റെ ഒരു സാന്നിധ്യം തുറക്കുന്നു.
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട് ആര് കാഴ്ചക്കാരായിരിക്കില്ല ദയവായി. ഹാലേലൂയ. എനിക്കറിയാം ഈ മിനിറ്റുകളിൽ ചില കരത്തിന്റെ മേൽ, ചിലരുടെ കരങ്ങളുടെ മേൽ, ചിലരുടെ ബലഹീനമായ കരങ്ങളുടെ മേൽ ഒരു ബലമുള്ള കരം വീഴുന്നത് ഞാൻ കാണുന്നു. ഒരു ബലമുള്ള കരം തൊടുന്നത് ഞാൻ കാണുന്നു. ഒരു ബലമുള്ള കരം തൊടുന്നത്. മുങ്ങത്തില്ല. പത്രോസേ മുങ്ങിപ്പോകത്തില്ല. ഹാലേലൂയ, മുങ്ങിപ്പോകത്തില്ല. ഹാലേലൂയ. നടക്കാൻ തയ്യാറാണോ? ഞാൻ നിങ്ങളോട് അതേ ചോദ്യം ചോദിക്കുകയാ. പ്രതികൂലത്തിന്റെ നടുവിലൂടെ നടക്കാൻ തയ്യാറാണോ? പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് നടക്കാൻ തയ്യാറാണോ? ഹാലേലൂയ. നിന്റെ രോഗത്തിന്റെ അവസ്ഥയിലൂടെ അതിനെ ജയിച്ചു മുന്നോട്ട് കയറി വരാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് ചില രോഗങ്ങൾ ഇവിടെ സൗഖ്യമാകയാ. ഈ മിനിറ്റുകളിൽ ചില രോഗങ്ങൾ ഹല്ലേലൂയ ഇന്ന് രാത്രി സൗഖ്യമാകുന്നു. എന്തോ പരിശുദ്ധ പ്രവചി ഉദര സംബന്ധമായ ചില രോഗങ്ങൾ, ഉദര സംബന്ധമായ ചില രോഗങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുകയാ. അങ്ങനെയുള്ള ഭാരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ രോഗമുള്ള ഭാഗത്ത് കൈവച്ചത് സ്വീകരിച്ചോ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേലെ സൗഖ്യത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ അത് തുറക്കുന്നു. രാത്രിയിലെ 4-ാം യാമം അതെനിക്ക് വേണ്ടിയുള്ള യാമമാ. കഴിഞ്ഞ 3 യാമത്തിൽ പിശാച് എന്നെ വട്ടം കറക്കി. ഹല്ലേലൂയ. പിശാച് എന്നെ കുഴപ്പിച്ചു, എന്നെ ടെൻഷൻ അടിപ്പിച്ചു. ഹല്ലേലൂയ. എനിക്ക് ഹല്ലേലൂയ പ്രതികൂലമുണ്ടാക്കി. ഹല്ലേലൂയ. പക്ഷെ പിശാചേ, ഒരു 4-ാം യാമം അതെൻ്റെ വിടുതലിൻ്റെ സമയമാ. ഇന്ന് രാത്രി പറ, പോയ ഓരോ മാസത്തിലും കഴിഞ്ഞ വർഷങ്ങളിൽ നീ എന്നെ വട്ടം കറക്കിയത്, നീ എൻ്റെ വാഗ്ദത്തത്തെ കാണിക്കാതെ എന്നെ ഒതുക്കാൻ നോക്കിയത്, എന്നെ വട്ടം കറക്കിയത്, എന്നെ ഇട്ട് ചുരുട്ടി കൂട്ടാൻ നോക്കിയത്, അതിൻ്റെ നടുവിൽ ഞാൻ നടക്കുന്ന എനിക്കറിയത്തില്ല. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലരൊക്കെ ചില പ്രതികൂലത്തിൽ കൂടെ നടന്ന് ജയിച്ച് കയറും. ഹല്ലേലൂയ. ചില പ്രതികൂലത്തിനകത്തൂടെ ഒക്കെ ജയിച്ച് കയറാൻ ഇന്ന് രാത്രി ചിലരുടെ മേലൊരു അഭിഷേകത്തെ കർത്താവ് ശക്തമായി തുറക്കുന്നു. ആത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യം. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി ഇപ്പോൾ തുറക്കട്ടെ. ബിനോയ്, ആ പാസ്റ്റർ മേൽ, ആന്റിയുടെ മേൽ ഭയങ്കര ഒരു സാന്നിധ്യം ഞാൻ തുറക്കുന്ന കാണുന്ന ആന്റി. ഹല്ലേലൂയ. എനിക്കറിയില്ല, ശക്തമായ ദൈവ സാന്നിധ്യം. നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് നിങ്ങൾ എവിടാന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ആത്മാവിനോട് പ്രവചിക്കുന്നു, ഇരിക്കുന്ന ദേശത്തിന്റെ ആത്മമണ്ഡലത്തിന്റെ മേൽ ഒരു ഭയങ്കര ഒരു മൂവിങ്ങിനെ നിങ്ങളെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കുന്നത് പോലെ അഭിഷേക ദാസിയുടെ മേൽ ശക്തമായ സാന്നിധ്യം തുറക്കുന്നു. ശക്തമായ സാന്നിധ്യം. നാളിതുവരെ ശാരീരികമായി പിശാച് ഒതുക്കിയ ചില രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. നിന്നെ പറഞ്ഞു വിട്ടത് കർത്താവാ. നിനക്ക് വേണ്ടി ഇത് തുറക്കാമെന്ന് പറഞ്ഞത്, അക്കരയ്ക്ക് പൊക്കോളാൻ പറഞ്ഞ് നിർബന്ധിച്ചു വിട്ടതാ. ഹല്ലേലൂയ. അതുകൊണ്ട് വരാതിരിക്കത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാതിരിക്കത്തില്ല. നിങ്ങളുടെ ഏത് സാഹചര്യത്തിനകത്തും ഇറങ്ങി വരുവാൻ കർത്താവിന് കഴിയും. നിന്റെ ഏത് പ്രതികൂലത്തിനകത്തും ഇറങ്ങി വരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? കടന്നു പോകുന്ന സാഹചര്യമില്ലേ, കടന്നു പോകുന്ന പ്രതികൂലമില്ലേ, കടന്നു പോകുന്ന പ്രതിസന്ധിയില്ലേ, ഈ പദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിനകത്തുകൂടെ ഓടി വരുന്ന ആ സബ്ജക്റ്റ് ഇല്ലേ, അതിനെ ജയിക്കുവാൻ
ജയിക്കുവാൻ, അതിനെ ജയിക്കുവാൻ ഈ 13-ാമത്തെ ദിവസം ദൈവം നിങ്ങളുടെ മേലൊരു അസാധാരണമായ അഭിഷേകം തുറക്കുകയാ. ഹല്ലേലൂയ, ഒരു അസാധാരണമായ അഭിഷേകം തുറക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നേ, കൂടെ ആർക്കുമില്ലാത്തൊരു ധൈര്യം ഈ പത്രോസ് എല്ലാ കാര്യത്തിലും പെട്ടെന്ന് ചാടി വീഴുന്ന ഒരാളാ. മറ്റൊരു സ്ഥലത്ത് ചോദിക്കും, ഹല്ലേലൂയ, നിങ്ങൾ എന്നെ ആരെന്ന് വിശ്വസിക്കുന്നു പറയുന്നു എന്നൊക്കെ പറയുമ്പോഴും പത്രോസ് സഡൻലി ആൻസർ പറയുന്നേ. ചിലതിലൊക്കെ പെട്ടെന്ന് നീ തീരുമാനമെടുത്തിട്ട്, പെട്ടെന്ന് സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട്, ചില പ്രതികൂലങ്ങൾ കണ്ട് ഭയന്ന് നിൽക്കുകയാണോ? പത്രോസ് എടുത്തു ചാടി നടന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് നോക്കിയപ്പോൾ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റുകൊണ്ട് പേടിച്ചു പോകുകയാ. ഹല്ലേലൂയ. എന്നിട്ട് മുങ്ങി തുടങ്ങുമെന്ന് ചിന്തിച്ചിട്ട് കരയുകയാ. കർത്താവേ എന്നെ രക്ഷിക്കണമേ, കർത്താവേ എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ. എന്തോ ഞാൻ ഈ പദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ് കരയുന്ന ആരോ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് കരയുന്ന ആരോ, എന്നെ രക്ഷിക്കണമേ, എനിക്ക് സഹായിക്കുവാൻ ആരുമില്ല, എന്നെ രക്ഷിക്കുവാൻ ആരുമില്ല, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരയുന്ന ആര്? ഹല്ലേലൂയ. ഞാൻ പറയാ, എന്നെ രക്ഷിക്കുന്ന ഒരു കരമിറങ്ങി വരും. മുങ്ങിത്തുടങ്ങുകയാലെന്നാ, മുങ്ങിപ്പോയില്ല കേട്ടോ, മുങ്ങിയില്ല, തുടങ്ങുകയാൽ. അവിടെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നേ, മുങ്ങിത്തുടങ്ങുകയാൽ. ഇതേ സാഹചര്യത്തിൽ കൂടെയല്ലേ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. മുങ്ങിത്തുടങ്ങി എവിടെയോ ചെറുതൊന്ന് വന്നതേ ഉള്ളൂ. ചെറുതൊന്ന് എവിടെയോ വന്നപ്പോൾ പ്രാർത്ഥന കുറഞ്ഞു, ആരാധന കുറഞ്ഞു, ധൈര്യം ചോർന്നു പോയി, വിശ്വാസം ചോർന്നു പോയി, വാഗ്ദത്തം കാണുമോ എന്നുള്ള ചിന്തകൾ വരെ വന്നു. ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ മേലൊരു വാഗ്ദത്തം കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ മേലൊരു പ്രോമിസ് ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യത്ത് നിന്നെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഏതെല്ലാം പ്രതികൂലമായാലും, ഏതെല്ലാം അടഞ്ഞു പോയാലും, ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, എനിക്ക് വേണ്ടി മാത്രം ആ നിയമം തുറക്കും. എനിക്ക് വേണ്ടി മാത്രമാണെങ്കിലും ആ സാധ്യതകൾ തുറക്കും. എനിക്ക് വേണ്ടി മാത്രം. എന്തെല്ലാം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നമുക്ക് തുറക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞാലും അകത്ത് വിശ്വാസമുണ്ട്. മേഴ്സി ജോസഫ് ആൻറ്റി പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, ചിലതൊക്കെ അടഞ്ഞെന്ന് തോന്നി, ഇനി അതൊന്നും നടക്കത്തില്ലെന്ന് ചിന്തിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ ആത്മാ പ്രവചിക്കുന്നു, ഒന്നും അടഞ്ഞിട്ടില്ല. ജൂൺ മാസവുമായി ബന്ധപ്പെട്ട് ചിലത് കർത്താവ് തുറക്കുമെന്ന് ആത്മാവ് പ്രവചിക്കുകയാ. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നല്ലോ. ഇന്നേ ദിവസം പോലും കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇനി എന്നതൊക്കെ നടക്കും, ഇനി എന്നാ വഴിയൊക്കെ തുറക്കും, ഇനി എന്നതൊക്കെ ഒന്ന് കാണും. കേട്ടതൊക്കെ വെറുതെ ആയിരുന്നോ? കേട്ടതൊന്നും നടക്കത്തില്ലേ? ആത്മാവ് പ്രവചിക്കുന്നു, ഇല്ല, തമ്പുരാൻ പറഞ്ഞതൊന്നും വെറുതെയല്ല, തമ്പുരാൻ ഒന്നും മറന്നിട്ടില്ലെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാ. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു എന്തോ 2 കാര്യം. ഒന്നൊരു യാത്ര, 2 എന്തോ ഒരു പ്രോപ്പർട്ടിയുമായി സംബന്ധിച്ച്, എന്തോ എനിക്കറിയത്തില്ല, ഈ 2 വിഷയങ്ങളുമായി സംബന്ധിച്ച് ചില പ്രത്യേകമായ വിടുതലുകളെ കർത്താവ് തുറക്കുന്ന ആത്മാവ് ആലോചന കൈമാറുന്നു. അർത്ഥല വൈശ്വപ്രബല ഘടകസി.
അങ്ങനെയുള്ള വിഷയം പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആത്മാവനോട് പ്രവചിക്കുന്നു, ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേകമായ വിടുതലുകളെ കർത്താവ് തുറക്കുമെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാണ്. അത് മാനുഷികമായി അതിനകത്ത് ചില അസാധ്യതകളാണ്. മാനുഷികമായി നോക്കുമ്പോൾ അതിന് സാധ്യതകളോ സാഹചര്യങ്ങളോ കാണുന്നില്ല. പക്ഷെ ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു, മാനുഷികമായ സാധ്യതകൾക്കപ്പുറമായി ദൈവത്തിൻ്റെ ചില സാധ്യതകൾ തുറക്കുന്നെന്ന് ആത്മാവാലോചന കൈമാറുന്നു. ഈ ഉപവാസ പ്രാർത്ഥന ഒരു ഭയങ്കര വിടുതല. അഭിഷക്തദാസി, ഈ ഉപവാസ പ്രാർത്ഥന ഒരു ഭയങ്കര വിടുതല. ഇതിനകത്ത് ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ വിടുതലാണെന്ന് ആത്മാവാലോചന കൈമാറുന്നു. ജൂൺ മാസവുമായി ബന്ധപ്പെട്ട് വീടിനകത്ത് ഭയങ്കരമായ ചില വിടുതലുകളെ കർത്താവ് തുറക്കുമെന്ന് ആത്മാവാലോചന കൈമാറുക. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ കരം ഇറങ്ങുന്നു, കർത്താവിൻ്റെ കരം ഇറങ്ങുകയാ. ഹല്ലേലൂയ. അത് മാനുഷികമായ കരമല്ല ഇറങ്ങുന്നത്. ഹല്ലേലൂയ. അത് ബുദ്ധിയുടെ കരമല്ല ഇറങ്ങുന്നത്. ഹല്ലേലൂയ. അത് മുറിഞ്ഞ കര. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ കരം ഇറങ്ങിയാൽ, ബുദ്ധിയുടെ കരം ഇറങ്ങിയാൽ നടക്കത്തില്ല, സാധ്യതകളുടെ കരങ്ങൾ കൊണ്ട് നടക്കത്തില്ല, സാമ്പത്തികം കൊണ്ട് നടക്കത്തില്ല. പക്ഷെ ആത്മാവ് പ്രവചിക്കുന്നു, കർത്താവിന്റെ കരം ഇറങ്ങിയാൽ ബുദ്ധിക്ക് അതീതമായത്, നമുക്ക് സാധ്യതകൾ കൊണ്ട് പിടിക്കാൻ കഴിയാത്തത്, സാധ്യത കൊണ്ട് നേടാൻ കഴിയാത്തത്, സാഹചര്യം കൊണ്ട് നേടാൻ കഴിയാത്തത്, നമ്മുടെ ആൾബലം കൊണ്ട് നേടാൻ കഴിയാത്തത്, തമ്പുരാന്റെ കരം ഇറങ്ങിയാൽ ആൻറ്റി പ്രാർത്ഥിച്ചോ. കർത്താവ് ചില വിടുതലുകളെ അയക്കുമെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൂടെയുള്ള ശിഷ്യന്മാർ ഭ്രമിച്ചിട്ട് പറയുകയാണേ, അത് ഭൂതമാന്ന് പറഞ്ഞ് നിലവിളിക്കുകയാ. ഭൂതവാ. ഉടനെ യേശു അവരോട് പറയും, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. 3 പദം. ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു. അടുത്തത്, നിങ്ങൾ പേടിക്കണ്ട. ഈ ഏപ്രിൽ മാസ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, പേടിക്കണ്ട. സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളൊരു ദൈവ ശബ്ദം, പേടിക്കണ്ട, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയത്തിനകത്ത് നിങ്ങൾ പേടിക്കണ്ട. പിശാച് നിന്നെ പേടിപ്പിക്കാനുള്ള പ്രതികൂലങ്ങൾ കൊണ്ടുവരും. പിശാച് നിന്നെ ഭയപ്പെടാനുള്ള സാഹചര്യങ്ങൾ വിരിക്കും, വലകളിടും, പദ്ധതികൾ ഒരുക്കും, നിന്നെ ഭയപ്പെടുത്തും, നിന്നെ 4 ചുവരുകൾക്കകത്ത് ഒതുക്കാൻ നോക്കും. പക്ഷേ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാം, പേടിക്കണ്ട. ഈ വചനം എഴുതി വെച്ച് ഇന്ന് രാത്രി നിങ്ങൾ ഈ ഭാഗം ഒന്ന് വായിക്കണമേ. ഹല്ലേലൂയ. പേടിക്കണ്ട. അടുത്ത്, ധൈര്യപ്പെടുവിൻ. ധൈര്യപ്പെടുക, ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. ഞാനാകുന്നു. ഹല്ലേലൂയ. ഇക്കരെ നിൽക്കുന്നത് ഞാനാ. ഹല്ലേലൂയ. ഈ പ്രതികൂലത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്, ഹല്ലേലൂയ. ഞാനങ്ങനെ ചിന്തിക്കുന്നത്, മുൻപിലായി പ്രതികൂലം. ഈ പ്രതികൂലം മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് എപ്പോഴും പ്രതികൂലത്തെയാ. അതിൻ്റെ മുന്നിലാണ് യേശു കർത്താവ് നിൽക്കുന്നത്. അത് നമ്മളെപ്പോഴും കാണത്തില്ല. നമ്മുടെ ഫോക്കസ് എപ്പോഴും പ്രതികൂലത്തെയാ. ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ ഫോക്കസ് പ്രതികൂലത്തിനെക്കാട്ടിൽ അപ്പുറമായി അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചൊരു പദമുണ്ട്, എൻ്റെ ഗിരികളിൽ എന്നെ നിർത്തുമാറാക്കുന്ന എന്ന് വെച്ചാൽ എൻ്റെ പ്രശ്നത്തിൻ്റെ മുകളിൽ എന്നെ നിർത്തുന്ന. ഹല്ലേലൂയ. പ്രശ്നത്തിൻ്റെ താഴെയല്ല, പ്രതികൂലത്തിൻ്റെ താഴെയല്ല, പ്രതിസന്ധിയുടെ താഴെയല്ല, ഇതിൻ്റെ മുകളിൽ, അതിലും മേളിലെ റേഞ്ചിൽ നിന്നെ നിർത്തുന്ന, അതിൻ്റെ മുകളിലെ റേഞ്ചിൽ നിന്നെ നടത്തുന്ന, അതിൻ്റെ മുകളിൽ ഹല്ലേലൂയ നിന്നെ നിർത്തുന്ന. ഇന്ന് രാത്രി എന്തോ പരിശുദ്ധാത്മാ ചിലരെയൊക്കെ അങ്ങനെ കയറ്റി നിർത്തുകയാ കേട്ടോ. ചിലരെയൊക്കെ അങ്ങനെ കർത്താവ് കയറ്റി നിർത്തുകയാ. പ്രശ്നത്തിന്റെ മുകളില്, പ്രതികൂലത്തിന്റെ മുകളില്. ഇന്നലെ വരെ പ്രശ്നം നിന്നെ അങ്ങ് താഴ്ത്തിയിരിക്കുകയാ. ഇന്നലെ വരെ പ്രതികൂലം നിന്നെ താഴ്ത്തിയിരിക്കുകയാ. ഇന്ന് രാത്രി സ്വർഗ്ഗം കൈമാറുന്നു. ഇന്ന് നിങ്ങൾ പ്രശ്നത്തിന്റെ മുകളിൽ നടക്കാൻ തുടങ്ങുകയാ.
ഈ 13-ാമത്തെ ദിവസം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, പ്രശ്നത്തിൻ്റെ മുകളിലൂടെ എനിക്കൊന്ന് നടക്കണം? നിന്റെ കൂടാരത്തിനകത്തൊരു പ്രതികൂല ശന്തല പ്രബല ലിഞ്ചുകാരിൽ അടിവേശിക്കുന്ന ആൻറ്റി പരിശുദ്ധ ശക്തമായി ഇടപെടുന്നു. ചില പ്രതികൂലത്തിൻ്റെ മുകളിലൂടെ നടക്കുവാൻ കർത്താവ് കാലുകളിൽ ഒരു അഭിഷേകത്തെ ഇപ്പൊ തുറക്കുന്നത് പോലെ പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു. ചിലതിൻ്റെയൊക്കെ മുകളിലൂടെ നടക്കാൻ തുടങ്ങുകയാ. ഒരു പ്രത്യേക അഭിഷേകത്തെ കർത്താവ് തുറക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകാത്ത, മടുത്തു പോകാത്ത ഹല്ലേലൂയ ഒരു പ്രത്യേക അഭിഷേകം കർത്താവ് ശക്തമായി തുറക്കുന്നെന്ന് ആത്മാവാലോചന കൈമാറുന്നു. പ്രശ്നത്തിൻ്റെ മുകളിലൂടെ, പ്രതികൂലത്തിൻ്റെ മുകളിലൂടെ, പ്രതിസന്ധിയുടെ മുകളിലൂടെ റാബാല ഹസ്തര ലബക്ഷ പ്രബലഘടകസിയ നടന്ന് കയറുവാൻ, നടന്ന് കയറുവാൻ, നടന്ന് കയറുവാൻ. കടലിലേക്ക് ചാടി ഇറങ്ങിയ പത്രോസ് പിന്നെ നോക്കുന്നത് യേശു കർത്താവിനെയാ. ഹല്ലേലൂയ. പിന്നെ തിരമാലകളെയൊന്നും അല്ല, യേശു കർത്താവിനെ നോക്കുക. ഹല്ലേലൂയ. അല്പഭയമൊക്കെ വന്നു, എന്നാലും മുന്നോട്ട് നടക്കുക, മുന്നോട്ട് നടക്കുകയാ. ഞാൻ പറയാം, മുന്നോട്ട് നടക്കുക, മുന്നോട്ട് നടക്കുക. അക്കരെ എത്തും. നിനക്കൊരു പ്രോമിസ് ലാൻഡ് ഉണ്ട്. നീ കേട്ട വാഗ്ദത്തം, നീ കേട്ട നിയോഗങ്ങൾ, നീ കേട്ട ശുശ്രൂഷകൾ, നീ കേട്ട ഹല്ലേലൂയ പ്രോമിസുകൾ പാതി വഴിക്കാക്കി മുന്നോട്ട് നടക്കുവാൻ കഴിയാതെ, പുറകോട്ട് തിരിഞ്ഞോടുവാനും കഴിയാതെ എവിടെയോ ക്ഷീണിച്ച് കിടക്കുന്ന ദൈവമക്കളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങൾ അതിനെ ജയിക്കും, നിങ്ങൾ അതിനെ ജയിക്കും. നിങ്ങളുടെ മേൽ കർത്താവ് അസാധാരണമായ ഒരു വിടുതൽ ശക്തമായി തുറക്കുന്നുണ്ട്. ഒരു ദൈവപ്രവൃത്തി ശക്തമായി തുറക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നാളിതുവരെ കാണാത്ത തരത്തിലുള്ള ദൈവീക വിടുതലുകൾ, നാളിതുവരെ അനുഭവിക്കാത്ത ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ വീടിനകത്ത് കർത്താവ് തുറക്കുന്നെന്ന, നിങ്ങളുടെ വീടുകൾക്കകത്ത് കർത്താവ് തുറക്കുന്നെന്ന പരിശുദ്ധയാത്മാവ് ആലോചന കൈമാറുകയാ. ചില പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ കൊണ്ട്, പ്രതിസന്ധികളുടെ കാറ്റുകൾ കൊണ്ട് ചില വാഗ്ദത്തങ്ങൾ മുന്നോട്ട് നീക്കുവാൻ കഴിയാതെ, ചില പടകുകൾ മുന്നോട്ട് നീക്കുവാൻ കഴിയാതെ റാബലബ ശന്തരാദല പ്രബലഘടകസിയ ജഗക്ഷ പ്രബലഘടകസി പാതി വഴിക്ക് ഹല്ലേലൂയ അത് നിർത്തിവെക്കണ്ട വന്നിട്ടുണ്ടെങ്കിൽ, അത് നിന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തോ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, ഇല്ല ഹല്ലേലൂയ അത് അക്കരെ എത്തും, അത് അക്കരെ എത്തും, അത് അക്കരെ വരെ എത്തും. തുഴഞ്ഞ് പാതി വഴിക്കാക്കിയിടുവാനല്ല നിന്നെ പറ്റിയുള്ള ദൈവിക പദ്ധതി, തുഴഞ്ഞ് പാതി വഴിക്കിട്ട് കളയുവാനല്ല നിന്നെ പറ്റിയുള്ള ദൈവിക പദ്ധതി. നീ അക്കരെ എത്തുന്ന സമയം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയുടെ 4-ാം യാമത്തിൽ, രാത്രിയുടെ 4-ാം യാമത്തിൽ രാത്രിയുടെ 4-ാം യാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം എത്ര പേര് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ഒരു കരം ഇറങ്ങണമെന്ന്? ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാ. ഒരു കരം എൻ്റെ വിഷയത്തിനകത്ത് ഈ 13-ാമത്തെ ദിവസം ഒന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ 13-ാമത്തെ ദിവസം എൻ്റെ കരം, എനിക്ക് വേണ്ടി ഒരു കരം ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഹൽബ്ര ജഗക്ഷ പ്രബേരിയ ഹസ്തകജാല വൈഡപ്രബലഘടകസിയ. ചില കുടുംബങ്ങൾക്കകത്ത് ചില കരങ്ങൾ, കർത്താവിൻ്റെ കരം ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. പിശാചിൻ്റെ കരത്തിന്റെ മുകളിൽ ഹല്ലേലൂയ പിശാച് കരം വെച്ച് അടച്ചു പിടിച്ചിരിക്കുന്നത്, പിശാച് കരത്തിലാക്കിയിരിക്കുന്ന ചില വാഗ്ദത്തങ്ങൾക്ക് മുകളിൽ പിശാച് കരത്തിലാക്കി അടച്ച് ഹല്ലേലൂയ അടച്ച് ഭരിക്കുന്ന ചില വാഗ്ദത്തങ്ങൾക്ക് മുകളിൽ കർത്താവിന്റെ കരം ഇറങ്ങുകയാ, കർത്താവിന്റെ കരം ഇറങ്ങുകയാ. പിശാചിന്റെ പിടിക്കകത്തു നിന്ന് നിന്റെ വാഗ്ദത്തങ്ങൾ ഈ രാത്രി റിലീസാകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഈ അഭിഷക്തനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ ആ 4-ാം യാമത്തിൽ ദൈവകരമിറങ്ങട്ടെ. ഇവരുടെ വിഷയത്തിനകത്ത് കർത്താവിൻ്റെ കരമിറങ്ങട്ടെ. ഇവരുടെ വിഷയങ്ങൾക്കകത്ത് കർത്താവിൻ്റെ കരമിറങ്ങട്ടെ. ഉപവാസ പ്രാർത്ഥന കർത്താവിൻ്റെ കരമിറങ്ങട്ടെ. ഏത് വിഷയത്തിന് വേണ്ടി നിലവിളിച്ചോ ആ വിഷയത്തിൽ കർത്താവിൻ്റെ കരം ഇവർ കാണട്ടെ. കർത്താവെ, അത്ഭുതം ചെയ്യണമേ, വിടുതലയക്കണമേ. കർത്താവിൻ്റെ മഹത്വം ഇവരുടെ ലൈഫിനകത്ത് ചലിക്കട്ടെ. ഈ മിനിസ്ട്രിയെ, അഭിഷേകത്തിനെ, കുടുംബത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശുശ്രൂഷയ്ക്കകത്ത് കർത്താവിൻ്റെ കരങ്ങൾ ചില മേഖലകളിൽ ഇറങ്ങട്ടെ. സാമ്പത്തിക മേഖലകളിൽ, ശാരീരിക മേഖലകളിൽ, ശുശ്രൂഷ മേഖലകളിൽ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക കരമ മേഖലകളിലെല്ലാം ഇറങ്ങി വരട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ 4-ാം യാമത്തിൽ നിങ്ങളുടെ വിഷയത്തിനകത്ത് കർത്താവിൻ്റെ കരമിറങ്ങി വരും. വിടുതൽ ഉറപ്പായി നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ ഒരു അവസരം ഈ ഉപവാസ പ്രാർത്ഥന നൽകി തന്ന പ്രിയാഭിഷക്തനോടും കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.